യോന പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിനെ യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ ഒന്ന് കരങ്ങളെ ഒത്തക്കഥ അവന് സ്തോത്രം ചെയ്യാമോ? നോക്കണം, ഒരു മനുഷ്യന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒന്ന് കൽപ്പിച്ചു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ, ആരോടും പറയാൻ കഴിയാത്ത, ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത, ആർക്കും പങ്കുവെക്കാൻ കഴിയാത്ത ഒരു സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഒന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ നിന്റെ സങ്കടം മാറും. ഹല്ലേലൂയ. നിന്റെ ഭാവി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ വിഷയം മാറും. വിശ്വസിക്കുന്നവര് മാത്രം ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. നിന്റെ സങ്കടമുള്ള ഒത്തിരി പേരെ വചനത്തിൽ കാണാൻ സാധിക്കുന്നു. ഹന്ന ദൈവസന്നിധിയിലേക്ക് വന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, യഹോവേ നീ എന്റെ സങ്കടം ഒന്ന് നോക്കണമേ. ഇതിന്റെ നടുവിലിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയുകയാ, അവൻ നിന്റെ സങ്കടങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അറിയത്തില്ല, നിന്റെ ഭവനത്തിലുള്ള ആരറിയത്തില്ല, നിന്റെ പങ്കാളി അറിയത്തില്ല, നിന്റെ മക്കൾ അറിയത്തില്ല, നിന്റെ മാതാപിതാക്കൾ അറിയത്തില്ല. യെസ്, ഈവൻ നിന്റെ പാസ്റ്റർക്കോ ഒരു പ്രവാചകനോ വെളിപ്പെടണമെന്നില്ല. ആലയത്തിൽ കടന്നു വന്ന ഹന്നയുടെ സങ്കടം ആരും കണ്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അത് അറിഞ്ഞൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവൻ ഈ വചനമാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ആത്മാവിൽ സ്തോത്രം ചെയ്തൊന്ന് ഏറ്റെടുത്താൽ അവൻ ഇന്ന് പകൽ നിന്റെ സങ്കടം മാറും, ഇന്ന് പകൽ നിന്റെ വേദന മാറും, അവൻ ഇന്ന് പകൽ നിന്റെ ഭാരം മാറും. ദാവീദ് പറയുന്ന മറ്റൊരു വാക്യമാണ്, ഞാൻ എന്റെ സങ്കടത്തിലെ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളി. ഇന്ന് പകൽ അതൊന്ന് വിശ്വസിക്കണം കേട്ടോ. സങ്കടം കണ്ടിട്ട് മറികടന്ന് പോകുന്നൊരു ദൈവമല്ല. ഹാഗാർ ഒറ്റയ്ക്ക ഒരു തുരുത്തി വെള്ളം അവൻ അബ്രഹാം കൊടുത്തുവിട്ട ഒരപ്പം, അതും തീർന്നു. ഹല്ലേലൂയ. ലോകം കൊടുത്തുവിട്ട ആശ്വാസം, ലോകം നൽകിയ ആഹാരം, ലോകം നൽകിയ വെള്ളം, അതെല്ലാം തീരും കേട്ടോ. കുട്ടിയെ ഒരു അമ്പിൻപാട് ദൂരെ ഇട്ട് അവൻ കുറുങ്കാട്ടിന്റെ തണലിലിട്ട് അവൾ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുഞ്ഞിന്റെ മരണം കാണണ്ട. അവളുടെ സങ്കടത്തിന്റെ ആഴം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അന്ന് വരെ കൂടെയുണ്ടായിരുന്നവൻ, അന്ന് വരെ പ്രതീക്ഷയായിരുന്നവൻ, അവർ അന്ന് വരെ സഹായമായിരുന്ന അബ്രഹാം, അവൻ ഇറക്കി വിട്ടിരിക്കുക, ഒരു ഭവനത്തിന്റെ അകത്തുനിന്ന് പുറത്തു പോയിരിക്കുക. ഇപ്പോഴായിരിക്കുന്ന മരുഭൂമിയിൽ ഉള്ള സഹായവും തീർന്നു. അത് കഴിഞ്ഞ് ഒരു വഴിയില്ല. ആ സങ്കടത്തിന്റെ ആഴത്തിൽ നിന്ന് അവൾ ദൈവത്തോട് പറഞ്ഞു, എനിക്കിനി ഒന്നും കാണണ്ട. ഓ, ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, എനിക്കിനി വയ്യ, എനിക്കിനി കാണണ്ട, എനിക്കിനി ഇതിനകത്തൊരു സ്റ്റെപ്പില് പരിശുദ്ധാത്മ ശക്തമായി ആരോടൊക്കെ ഇടപെടുകയാ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം, നിന്റെ സങ്കടത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹന്നയുടെ സങ്കടത്തെ കണ്ട ദൈവം. ഹന്ന പറയുക, നീ എന്റെ സങ്കടം ഒന്ന് നോക്കണം. ആ വാക്യം ഒന്ന് വായിക്കാം. പരിശുദ്ധാത്മാ ആ ഭാഗത്തേക്ക് വീണ്ടും അവൻ കൊണ്ടുപോകുക. 1 ശമൂവേലിന്റെ പുസ്തകം 1:11 വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, നിന്റെ സങ്കടം മാറാൻ, നിന്റെ വേദന മാറാൻ, നിന്റെ പ്രശ്നം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നീ യഹോവയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായ, യഹോവയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായ, യഹോവയ്ക്ക് വേണ്ടി അല്ല എങ്കിൽ അവൻ ഒന്നുകൂടെ പറയാ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായ നിന്റെ സങ്കടത്തെ അവൻ നോക്കും, നിന്റെ സങ്കടത്തെ അവൻ കാണും. അവൻ ഹന്ന പറയുക, എന്റെ സങ്കടത്തെ നീ നോക്കണമേ. ആമൻ. സ്തോത്രം. അടിയനെ ഓർക്കണമേ, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്യും. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും?
ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരും കാണണ്ട, ആരും കേൾക്കണ്ട. ആമൻ ദൈവത്തോട് ഹൃദയത്തിന്റെ അകത്തു നിന്ന് പറഞ്ഞാട്ടെ, യെസ്, എന്റെ വിഷയം ഇതാ, എന്റെ സങ്കടം ഇതാ, എന്റെ അവസ്ഥ ഇതാ, നീ എനിക്ക് വേണ്ടി ഇടപെട്ടേ മതിയാകുമെന്ന്. നോക്കണമേ, 38 വർഷം കുളക്കടവിൽ കിടന്നിട്ടും ഒരുത്തിന് വിടുതൽ കിട്ടിയില്ല. അവൻ വിടുതൽ കാണാഞ്ഞിട്ടല്ല, അത്ഭുതം കാണാഞ്ഞിട്ടല്ല, ദൂതൻ ഇറങ്ങാഞ്ഞിട്ടല്ല, വെള്ളം കലക്കാഞ്ഞിട്ടല്ല, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവന് കിട്ടുന്നില്ല. എന്താ അവന് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. കാരണം വരുന്നുണ്ട്, കാണുന്നുണ്ട്, ആ സ്ഥലത്തുണ്ട്, അവൻ ചെയ്യുന്ന എല്ലാം കറക്റ്റാ. പക്ഷെ അവന് മുമ്പേ വേർത്തം കൊണ്ടുപോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, അല്ല, നീ കൊണ്ടുപോകണം. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നു, എല്ലാവരും വിടുതൽ പ്രാപിക്കുന്നു, എല്ലാവരും മറുപടി പ്രാപിക്കുന്നു. പോരാ, അല്ല, ഇന്ന് പകൽ എനിക്ക് വിടുതൽ വേണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ യോഹന്നയുടെ പുസ്തകത്തെ ഞാൻ പഠിച്ചു വന്നപ്പോൾ ആമേൻ, സ്തോത്രം, ദൈവം കൽപ്പിച്ചാക്കിയ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. നോക്കണമേ, സങ്കടം നോക്കി ആമേൻ, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് ദൈവം കൽപ്പിച്ച് എന്തുണ്ടാക്കി? ഒരു വൃക്ഷം, ഒരു പ്ലാന്റ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെ, അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയും, ഈ നമ്മുടെ സങ്കടത്തിന്റെ ആഴം നന്നായിട്ട് അറിയുന്ന നമ്മുടെ ദൈവം മാത്രം. മനസ്സിലായോ? വേറെ ആർക്കും അതിന്റെ ആഴം അറിയാൻ പറ്റത്തില്ല. ആരൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മെ ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞാലും, അതുകൊണ്ട് എഴുതി, യോനയുടെ സങ്കടത്തിനൊത്തവണ്ണം തക്കവണ്ണം അത് മാറാൻ അവന്റെ തലയ്ക്ക് മുകളിൽ ഒരാവണക്കവൻ കൽപ്പിച്ചുണ്ടാക്കി. എന്നെ ചിന്തിപ്പിച്ച ഒത്തിരി ഭാഗത്ത് ഇനി ഞാൻ മെസ്സേജിലേക്ക് വരിക കേട്ടോ. ഇത് ഞാനൊരു ആമുഖം പറഞ്ഞു, പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ മെസ്സേജ് ആത്മാവിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ സങ്കടം മാറും. അടുത്ത ആഴ്ച നിങ്ങൾ ഈ സങ്കടം കൊണ്ട് വരത്തില്ല. ഈ വർഷം കഴിയുമ്പോൾ ഈ സങ്കടം കൊണ്ട് നിങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല. അവൻ ഈ സങ്കടം എന്നും കൊണ്ട് നടക്കത്തില്ല. അവൻ അതിനെ ഇവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് യെസ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും, അവനൊന്ന് കൽപ്പിക്കും. യെസ്, അവനൊന്ന് കൽപ്പിച്ചാൽ, ശതാധിപന്റെ വിശ്വാസം കേട്ടോ, ഞാൻ യോഗ്യനല്ല. അവൻ പറഞ്ഞു നോക്കണം, 100 പേർക്ക് ഞാൻ ആരാ? അധിപന. ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, ഞാൻ ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും. അത്ര അധികാരമുള്ള നമ്മൾ ഒരുത്തനോട് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ആ നമ്മളോട് ദൈവം പറയുക, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ഒരു വാക്ക്, പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ശതാധിപൻ ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ, ഇവിടെ യോനയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച് ഒറ്റ ദിവസം എന്താ ഉണ്ടാക്കി? ഒരു ആവണക്കുണ്ടാക്കി. എനിക്ക് ചിന്ത, ഞാൻ വേഗത്തിൽ കടന്നു വരാം. ഈ യോനയുടെ പുസ്തകം ചെറിയൊരു പുസ്തകമാണ്. എത്ര അധ്യായങ്ങളാണ്? 4 അധ്യായങ്ങളുള്ള. പക്ഷേ ഈ ചെറിയ പുസ്തകത്തിൽ യോനയ്ക്ക് വേണ്ടി ദൈവം 5 കാര്യങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ കർത്താവിനെ അറിഞ്ഞിട്ട്, ഈ കർത്താവിനെ ഫോളോ ചെയ്തിട്ട്, ഈ കർത്താവിന് വേണ്ടി നിന്നിട്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്രയോ കാര്യങ്ങൾ ദൈവം ഹൃദയത്തിൽ നിന്ന് ബോധ്യമുള്ളവർ മാത്രം. യെസ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി എത്രയോ വഴിയൊരുക്കി, എത്രയോ വാതിലുകൾ തുറന്നു, എത്രയോ പേരെ എനിക്ക് വേണ്ടി ഒരുക്കി, എത്രയോ അവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ കൃപ എന്ന് മാത്രം. അവൻ ചിലതിനോട് കൽപ്പിച്ചു, അവൻ കൽപ്പിച്ചപ്പോൾ കാറ്റടങ്ങി, അവൻ കൽപ്പിച്ചപ്പോൾ കടൽ ശാന്തമായെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പറ, എനിക്ക് വേണ്ടി നീ ചിലത് കൽപ്പിക്കണം. എനിക്കെതിരെ നിൽക്കുന്ന ശക്തികൾ, വ്യാപാരങ്ങൾ, രോഗബന്ധനങ്ങൾ, അവൻ അന്ധകാര പോരുകൾക്കെതിരെ ദൈവം എനിക്ക് കൽപ്പിക്കണം. ഞാൻ ഇന്ന് പകൽ അവിടെ നിന്നുണ്ട് ഒരു കാര്യം ശക്തിയോടെ പറയാം. ദൈവമക്കളെ, നമ്മൾ അധികാരമുള്ളവരാ. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? അധികാരമുണ്ടവരാ. അവൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അവൻ കൽപ്പിക്കാൻ വേറെ ആൾക്കാരെ വിളിക്കും. നമ്മുടെ നാവെടുത്ത് കൽപ്പിച്ചൂടെ? നമ്മുടെ അധികാരമെടുത്ത് കൽപ്പിച്ചൂടെ? അവൻ വിശ്വാസത്തോടെ പറയാത്തത് എന്താ? ഹല്ലേലൂയ. കർത്താവ് അങ്ങനല്ലേ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവൻ ഈ കാട്ടത്തിയോട് നീങ്ങി കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഇതേ നാവെടുത്ത് നമ്മൾ എന്തെല്ലാം കുറ്റം പറയുന്നു, എന്തെല്ലാം നെഗറ്റീവ് പറയുന്നു, പക്ഷെ എന്താ പോസിറ്റീവ് പറയാത്ത? എന്താ വിശ്വാസം പറയാത്ത? കർത്താവ് പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞു നോക്കുന്നേ. അവൻ പോകട്ടെ, അവൻ സ്തോത്രം, ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്.
വിശ്വസിച്ചുകൊണ്ട് പറയുന്നേ, ദൈവം ചെയ്യും. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. എനിക്ക് ഈ ഭാഗത്ത് നിന്നങ്ങ് പ്രസംഗിക്കാൻ വലിയ സന്തോഷമുണ്ട്. ആത്മാവിൽ ഞാൻ അതിന്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ യോന എന്ന വ്യക്തിത്വത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, യോനയ്ക്ക് വേണ്ടി 5 കാര്യങ്ങൾ ദൈവം കൽപ്പിച്ചു. 5 കാര്യങ്ങൾ ദൈവം കൽപ്പിച്ചു. അവൻ അതിലെ 4ാമത്തെ കാര്യം നാം വായിച്ച ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിൽ ദൈവം യോനയ്ക്ക് വേണ്ടി കൽപ്പിച്ചുണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല. 1-ന്റെ 4ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. ഇത് യോനയ്ക്ക് വേണ്ടി അടുപ്പിച്ച കാറ്റാ. ഷടാ, ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ 1, 2, 3, 4 അധ്യായങ്ങൾ പഠിച്ചാൽ ഈ യോന ഒരു ഓട്ടക്കാരനാ. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവെന്നാണ്. ഞാൻ വെച്ചിനി പറക്കുന്നവനായിരിക്കും, അല്ല. പക്ഷെ ഒരു യോന ഓട്ടക്കാരനാണ്. ഈ 4 അധ്യായം പഠിച്ച 1-ാമത്തെ അധ്യായത്തിലെ പ്രത്യേകം എന്താണെന്നറിയോ? ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഓടുന്ന യോന. ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടിപ്പോന്ന, സൈലന്റ് ആയല്ലോ. ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഓടുന്ന യോന. 2-ാമത്തെ അധ്യായത്തിൽ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്ന് ഓടുന്ന യോന, ദൈവത്തിന്റെ അടുത്തേക്ക് ഓടുന്ന യോന. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടന്ന് നിനവയിലേക്ക് ഓടുന്ന യോന. 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ഹിതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നീ ഓടുന്ന യോന. ഈ 4 അധ്യായങ്ങളിൽ യോനയുടെ ഓട്ടമാണ് കാണുന്നത്. ഈ 4-ാമത്തെ അധ്യായത്തിൽ എന്നെ ചിന്തിപ്പിച്ച വാക്യമാണ്, കുറുവാക്യമായിട്ടുള്ളത്. എന്തുകൊണ്ട് ദൈവം അവനെ സങ്കടത്തിൽപ്പെടുത്തി. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാനും നിങ്ങളുമായിരിക്കുന്ന സങ്കടത്തിന്റെ കാരണം കണ്ടെത്തണം. ഹല്ലേലൂയ. ശബ്ദം കുറഞ്ഞോ? പാസ്റ്റർ നല്ലതായിരുന്നു. സങ്കടത്തിൽ നിന്ന് വിടുവിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. സങ്കടത്തിന് മറുപടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അവൻ സങ്കടത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. നല്ല കാര്യം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ എക്സാമിൻ വാട്ട് ഈസ് ദ റീസൺ. അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കണം. അവൻ അതെന്താ വന്നതെന്ന് കണ്ടുപിടിക്കണം. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണം. ഇല്ലാതെ പുറമെ എത്ര മരുന്നിട്ടാലും, എത്ര മെസ്സേജ് കേട്ടാലും, എത്ര തലേ കൈവച്ച് പ്രവചനം പറഞ്ഞാലും, എത്ര ദൂത് പറഞ്ഞാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും നിന്റെ വിടുതൽ കൈ കിട്ടത്തില്ല. കേട്ടോ? ഈ പകൽ അതൊന്ന് പരിശോധിക്കണം. നോക്കണമേ. 1-ാമത്തെ യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്നു അതിനു വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദൈവം അവനോട് പറഞ്ഞു, നീ അമിത്തായിയുടെ മകനായ യോന എന്ന പ്രവാചകനോട് നീ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ഇത് അവന് കൊടുത്ത ഉത്തരവാദിത്വം, അവന് കൊടുത്ത ഡ്യൂട്ടി. പക്ഷെ അവൻ അടുത്ത് എന്ത് ചെയ്യുന്നറിയാം? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ഇന്ന് പകൽ അവിടെ ആത്മാവിൽ പറയാം, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന് ചിന്തിക്കാമോ? എന്നോടും നിങ്ങളോടും ദൈവം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അപ്പൊ പറയാം, പാസ്റ്റർ ഞങ്ങൾ ഒന്നും കേൾക്കുന്നില്ല, ഞങ്ങൾ ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ കേൾക്കുന്ന ഈ സങ്കീർത്തനം, പാട്ടും സാക്ഷ്യവും സ്തോത്രവും അയ്യോ കേൾക്കുന്നില്ലേ? അപ്പൊ എന്തോ നിങ്ങളുടെ പേരെന്താ? എന്റെ പേരെന്താ? ദൈവ ആണോ? പോയോ? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? എന്തോ പേര്? നമ്മുടെ ദൈവ മക്കൾ, വിശ്വാസികൾ. കർത്താവ് പറയുന്ന എന്തോ? ഇന്ന് രാവിലെ പറഞ്ഞ എന്തോ? ഇന്നലെ രാത്രി പറഞ്ഞ എന്തോ? ഇപ്പൊ സംസാരിക്കുന്ന എന്തോ? അപ്പൊ കണക്ഷൻ ലോസ്റ്റ് ആയിട്ടുണ്ട്. പേരേ ഉള്ളൂ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ അവൻ പ്രബോധിപ്പിക്കുക, ആത്മാവിൽ ഓർപ്പിക്കുക. ദൈവം പറയുന്ന കാര്യത്തിന് നീ വില കൊടുത്താൽ, ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടാൽ, വചനം അതാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അവൻ വഴി, അവൻ വലത്തോട്ടെങ്കിൽ അങ്ങനെ, ഇടത്തോട്ടെങ്കിൽ അങ്ങനെ, അവൻ നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. നിന്റെ സങ്കടത്തിൽ പുറത്തു വരാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മ ആരോടൊക്കെ ചലഞ്ച് ചെയ്ത് പറയുകയാ, അവൻ ദൈവത്തെ വിട്ട് അകന്ന് നിന്റെ വഴിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും. വായിച്ചേ. കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ താൻ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിനു അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു.
യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് എന്തോ കുഴപ്പം? ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിയ യോനയെ കുറിച്ച് എഴുതിയിരിക്കാം. കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി നല്ലവണ്ണം, ആ വാക്കാന്ന് തോന്നല്ലേ, നല്ലവണ്ണം. നിങ്ങൾ ഉറങ്ങുവന്നോ അല്ലെ? ഒന്ന് പറഞ്ഞ റെസ്പോണ്ട് ചെയ്തേ. എന്തായിരുന്നു? ഞാൻ ഒരു കാര്യം പറയാം, ഈ ദൈവത്തിൽ നിന്ന് വിട്ടകന്നു പോകുമ്പോൾ നല്ല സുഖമാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നല്ലതാ, ഒരു കുഴപ്പമില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ ലോകത്തിന്റെ സുഖം അങ്ങനെയാ, ഒരു കുഴപ്പമില്ല. യോനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കപ്പൽ മൊത്തം കുടുങ്ങുക, അതിനകത്തുള്ള ആൾക്കാർ ഭയപ്പെടുക, വെപ്രാളപ്പെടുക. പക്ഷെ അടിത്തട്ടി ഒരുത്തൻ കിടന്ന് അവന്റെ ഉറക്കത്തിന് പോലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിന്നെ പിടിക്കാൻ ഒരു സമയമുണ്ട്. ഇനി എത്ര വലിയവനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും അവൻ ഈ കപ്പൽ കുലുങ്ങിയ ഈ കപ്പലിനകത്ത് നിന്ന് നിന്നെ വെളിയിലെറിയും കേട്ടോ. ആരായാലും ഈ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമുക്കെല്ലാം സന്തോഷമാണ്. പക്ഷെ ഒരു ഹാഫ് വരെ, ഒരു കുറച്ച് ടൈം വരെ യോനയ്ക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അവന്റെ മേൽ ചീട്ട് വീണു. കാരണം എന്താണെന്ന് പറയൂ, ഈ പെരുങ്കാറ്റ് അടുപ്പിച്ചത് കൽപ്പിച്ചത് ആരാന്നറിയാമോ? കർത്താവാ. ഹല്ലേലൂയ. നിന്നെ മടക്കി കൊണ്ടുവരാൻ ഇന്ന് പകൽ ഒരു ആത്മാവിൽ ദൂത് പറയാ. നിന്റെ ജീവിതത്തിൽ ഇന്നും ചില തടസ്സങ്ങൾ നിൽക്കുന്നെങ്കിൽ, തകർച്ചകൾ നിൽക്കുന്നെങ്കിൽ, എന്റെ കർത്താവിന് നിന്നോട് സ്നേഹമുണ്ട് കേട്ടോ. ആ ദൈവിക സ്നേഹം നമ്മുടെ എന്തെങ്കിലും കണ്ടിട്ടാണോ? 99 എണ്ണത്തിനെയും മരുഭൂമിയിൽ ആ ഒറ്റ ഒരെണ്ണം. ഇന്ന് പകൽ ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല കേട്ടോ. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്ന് പോയവരെ തള്ളിക്കളഞ്ഞൊരു ദൈവമല്ല. ചിലപ്പോൾ പാസ്റ്റർ തള്ളിക്കളയാം, സഭ തള്ളിക്കളയാം, പ്രസ്ഥാനം തള്ളിക്കളയാം, കുടുംബാംഗങ്ങൾ അയ്യേ നിന്നെ കൊള്ളത്തില്ലെന്ന് പറയാം. അങ്ങനൊക്കെ പറഞ്ഞ് ഒരുത്തനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആമേൻ സ്തോത്രം, എന്റെ ദൈവം ഒരിക്കലും ആ ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ആഡ് ചെയ്ത് പറയാം. ആമേൻ സ്തോത്രം, നീ റിപ്പന്റ് ചെയ്യണം. Church is always open for sinners, those who are repenting. ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? നീ മാനസാന്തരപ്പെടണം. ഇല്ല, ദൈവം പെരുങ്കാറ്റ് അടുപ്പിക്കും. ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? നിനക്ക് പെരുങ്കാറ്റ് അടിക്കും. കാരണം എന്താ? നിന്റെ സങ്കടത്തിൽ വിടുവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പെരുങ്കാറ്റ് അടിക്കും. 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം നോക്കട്ടെ, അവിടെ നിന്ന് പറയാം. ഈ കപ്പൽ യാത്രയിലാണ്, ഉറക്കമായിരുന്നു. പക്ഷെ ഇവന്റെ മേൽ പിടി വീഴും. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയാ വീഴുമോ? ആരായാലും, ഞാനായാലും നിങ്ങളായാലും പിടി. ഒന്ന് ഉറക്കെ പറഞ്ഞോ. എന്നിട്ട് നമ്മൾ തന്നെ എന്ത് കണ്ടെത്തും? കറക്റ്റാ, നമ്മൾ തന്നെ എന്ത് നമുക്കറിയാം. കാരണം നമുക്കറിയാം എവിടെ പ്രശ്നമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ തന്നെ എന്ത് കണ്ടെത്തും? സൊല്യൂഷൻ. മനസ്സിനെ തണുപ്പിക്കാൻ ഉത്തരവായിട്ടെല്ലാം നമുക്ക് കുറേ ന്യായീകരണങ്ങളുണ്ട്, നമ്മൾ കണ്ടെത്തും. കണ്ടെത്തോ ഇല്ലയോ? കണ്ടെത്തിയ ആളായത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കണ്ടെത്തും. യോന പറയും, എന്നെ എടുത്ത്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇനി വെള്ളം കുടിച്ചോളാം അല്ലേ? ഞാനിനി ഇതാ ഇന്ന് സംഭവിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് സ്റ്റെപ്പ് വെച്ചാ പറഞ്ഞാട്ടെ, വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും, കുറേ വെള്ളം കുടിക്കും. അത് ഉപ്പുവെള്ളം തന്നെ. ഇപ്പൊ യോന കുടിച്ചോണ്ടിരിക്കും. ഉപ്പുവെള്ളം കുടിക്കുന്നതിന്റെ അവസ്ഥ അറിയാമല്ലോ. യോന പറയും, എനിക്ക് ഇതിന്റെ അകത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല. പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ കപ്പൽ ഓക്കെ ആകാൻ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടോ. പക്ഷെ പെരുങ്കാറ്റ് അടുപ്പിച്ചവന് അവനെ വെള്ളത്തിനിടാനല്ല പദ്ധതി. ഹല്ലേലൂയ. അവൻ പെരുങ്കാറ്റ് അടുപ്പിച്ചവന് അവനെ തകർത്ത് കളയാനല്ല പദ്ധതി. അവൻ പെരുങ്കാറ്റ് അടുപ്പിച്ചവന് അവനെ വെള്ളം കുടിപ്പിക്കാനല്ല പദ്ധതി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പറയാ, ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പിറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ഞാൻ എന്നും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഇതിൽ നിൽക്കുന്നത്. പക്ഷേ ദൈവം എന്നെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ തുടങ്ങി. മനസ്സിലായോ?
ഇതാ വചനത്തിന്റെ ദൂത്. നിൻ ദൈവത്തിൽ നകന്നു പോകുമ്പോഴും പെരുങ്കാറ്റടിപ്പിച്ചവൻ വേണേ വെള്ളത്തിൽ കിടന്ന് ഇവൻ വലയട്ടെ എന്ന് ചിന്തിക്കത്തില്ല. അവൻ അതിന്റെ അകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, അങ്ങനെ എഴുതിയിരുന്നു, മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. ഒരു മഹാമത്സ്യത്തെ 1:17 വായിച്ചാട്ടെ. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. നോക്കണമേ, അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. നോക്കണമേ, വെള്ളത്തിൽ അവന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം, അവിടം കൊണ്ട് തീർന്നേക്കാം. അവൻ ദൂതനെ വകവച്ചില്ല, ദൈവിക ആലോചനയെ ശ്രദ്ധിച്ചില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി. അവൻ കുറെ മുൻപോട്ടൊക്കെ പോയി. പക്ഷെ പ്രശ്നം നേരിട്ടപ്പോൾ എടുത്തു വെള്ളത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിലിട്ടെങ്കിലും അവൻ ദൈവത്തിന്റെ കരം അവനെ വിട്ടുപോയില്ല. ആ കരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവവേദലേ, ഹല്ലേലൂയ. അവൻ പലപ്പോഴും ദൈവത്തിൽ അകന്നതിന്റെ പ്രതിസന്ധികളൊക്കെ നാം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിന്റെ നടുവിലും ആ കരം നമ്മെ തേടി വന്നു. രണ്ടാമതായിട്ട് അവന് വേണ്ടി കൽപ്പിച്ചാക്കിയൊരു മഹാമത്സ്യമെന്ന തിമിംഗലമെന്നൊന്നും പറയുന്ന ഒരു വലിയ ജീവി. ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. യോനയ്ക്ക് വേണ്ടി ദൈവം പ്രത്യേകം ഒരുക്കിയ ഒരു മത്സ്യം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കും. ഒരിക്കൽ അവൻ യേശുവിനോടും പത്രോസിനോടൊക്കെ ഒരുമിച്ച് നിന്നപ്പോൾ അവൻ അധികാരികൾ വന്ന് ചുങ്കം ചോദിച്ചു. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നമ്മൾ ഇവർക്ക് ചുങ്കം കൊടുക്കുന്ന വിഹിതമോ? ഹല്ലേലൂയ, അവർക്ക് കൊടുക്കണം. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പത്രോസിനോട് പറഞ്ഞു, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിടുക. ചൂണ്ടയിൽ ആദ്യം കുരുക്കുന്ന മീന്റെ വായ്ക്കകത്ത് എനിക്കും നിനക്കുമുള്ള എന്തുണ്ട്? ചതുർദ്രഹ്മപ്പണം. എന്നെ ചിന്തിപ്പിച്ചെടുക്കും. ഇത്രയും വലിയ കടൽ പോയൊരു വലയിടാൻ പറഞ്ഞാൽ ചിലപ്പം കിട്ടും. 1ാമത്തെ മീനിൽ 2ാമത്തേലോ 5ാമത്തേലോ 10ാമത്തേലോ കർത്താവ് പറഞ്ഞതിൽ എങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ കർത്താവ് പറയാം, വലയൊന്നും വലയിടണം, നീ ഇപ്പോൾ ചൂണ്ട ഇടണം. അതിന്റെ ആദ്യത്തിൻ്റെതകത്ത് എനിക്കും നിനക്കുമുള്ളതുകൊണ്ട് ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ലോകം നിന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആ ഓപ്ഷൻ മഹത്തരമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അത് ലോകം കാണാത്തത്, ലോകം അറിയാത്തത്. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെവിടെയായിരുന്നു? ഇതെങ്ങനെ നടന്നു എന്ന് ചോദിക്കത്തക്കവണ്ണം നമ്മൾ പലപ്പോഴും അസാധ്യമെന്നാണ് കരുതുന്നത്. വെള്ളത്തിൽ വീണ യോനയുടെ കാര്യം തീർന്നെന്നാണ് കരുതുന്നത്. പക്ഷെ മഹാമത്സ്യത്തെ 1 ദിവസമല്ല 2 ദിവസമല്ല. നമുക്കറിയാം, ഒരു ഫ്രീസറിനകത്തൊക്കെ സാധനം വെക്കാൻ നമുക്ക് എത്ര വെക്കാൻ പറ്റും, അല്ലെ എന്താണ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ താമസിക്കാൻ എന്താണ് ചെയ്യണം. പക്ഷെ നോക്കണമേ, ഒരു മനുഷ്യന് ഒരു മഹാമത്സ്യത്തിന്റെ വയറ്റിനകത്ത് ജീവനോടെ കിടക്കാൻ 3 ദിവസം കിടക്കാൻ വേണ്ടി അവന് വേണ്ടി സകലതും അവൻ ഒരു മത്സ്യത്തെ ദൈവം അവിടെ സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് പകൽ ഇതിന്റെ നടുവിലിരിക്കുന്ന ദൈവവേദന നിന്റെ ജീവിതത്തിൽ അടിക്കുന്ന പെരുങ്കാറ്റിന്റെ പ്രതികൂലങ്ങളെ തകർക്കാൻ, അതിനെ ഒഴിവാക്കി വിട. നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ കരുതി വെച്ചിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ആരും കാണാതെ അത് വിശ്വസിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 ഈ പട്ടണം വിട്ടു പോകേണ്ടവനാ. 18 ഡിസംബർ 31 ബൈ പറയേണ്ടവനാ. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നീ വചനത്താൽ ഇവിടെ നിൽക്കും. നീ ഈ ഒറ്റ വാക്ക്, എന്റെ കാതിൽ കേട്ട വാക്കില ഞാൻ ഇന്നും നിൽക്കുന്ന കേട്ടോ. വേറെ ഒന്നുമോ കണ്ടിട്ടല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ വചനം, ഹല്ലേലൂയ, ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ എന്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല. ദൈവമക്കളുടെ അകത്തേക്ക് ഇത് വെളിപ്പെടണം. യോനയ്ക്ക് വേണ്ടി ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാൽ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. 2ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ഈ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ആര് കിടക്കുക? അവൻ ആ അധ്യായം ഭയങ്കര രസം കേട്ടോ. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്ന് അയ്യം വിളിച്ചു. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടുന്നവൻ അയ്യം, അതെ, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നാണേലും ആരും കാണണമെന്നില്ല. പക്ഷെ അയ്യം വിളിക്കേണ്ട, അയ്യം വിളിച്ചേ പറ്റൂ. ശരിയാണോ ദൈവമക്കളെ? ഞാനും കുറെ അയ്യം വിളിച്ചതാ. എൻ്റെ അനുഭവം ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയി നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയത്തില്ല. ഒരു കുഴപ്പവും, നിങ്ങൾ പിന്നെ സൗണ്ട് പോയി, ഒരു കുഴപ്പമില്ല, ആരും കാണത്തില്ല. പക്ഷെ കാണുന്ന
അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അവൻ നിന്നെ അയ്യം വിളിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? അവനോട് അടുപ്പിക്കാൻ. ഇനിയിപ്പോൾ യോനയ്ക്ക് അതിൻ്റെ അകത്ത് കടന്ന് ഒറ്റ ആഗ്രഹം, എനിക്ക് ദൈവവേല. എടാ മര്യാദയ്ക്ക് നിന്നോട് പറഞ്ഞില്ല നീ പോയി. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. മര്യാദയ്ക്ക് നിന്നോട് ഞാൻ ദൂത് പറഞ്ഞു, നിന്റെ തലേ കൈവച്ച് പറഞ്ഞു, മോനെ നീ നിനവേലേക്ക് പോ, നീ പോയി പ്രസംഗിക്കുക. അങ്ങോട്ടുള്ള കപ്പൽ റെഡിയായില്ല, ഞാൻ നിനവേക്ക് പോകത്തില്ല, ഞാൻ തർശീശിലേക്കേ പോകത്തുള്ളൂ. എന്നാ പിന്നെ നിന്നെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടത്തിയിട്ട് നിന്നെ കൊടിയ തീരുമാനം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതാ ദൈവം. ഈ ദൈവം ഇട്ടിരിക്കുന്ന റിസൾട്ടിനകത്ത് ഇത് രണ്ടുമുണ്ട്. നമുക്ക് വേണ്ടി ഒരു പ്ലാനുമുണ്ട്, ദൈവത്തിന് വേണ്ടിയുള്ള പ്ലാനുമുണ്ട്. ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? അതാ ദൈവത്തിന്റെ പത്ത്. നമ്മുടെ പ്ലാനിനകത്ത് പോകുന്നവർ ഇന്ന് പകലൊന്ന് ദൈവത്തോടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, യെസ് കർത്താവേ. അവൻ കാരണം ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്ന് അവൻ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നോക്കി അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കണ്ടോ, മത്സ്യത്തിന്റെ വയറ്റിൽ അകത്ത് കിടക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം എന്തുവാ? കർത്താവിന്റെ വേല ഇനി ഉണ്ടെങ്കിൽ ചെയ്യും. അടുത്ത അധ്യായം നിനവേ പട്ടണത്തിലെത്തുന്നതാ. നിനവേ പട്ടണത്തിലെ ആ ഒരു വാക്യം ഞാൻ വായിച്ച സമയം മുൻപോട്ട് ഒത്തിരി പോയല്ലോ. ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാ. ആമേൻ, സ്തോത്രം. 3:10 വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. കണ്ടോ, അവർ ദുർമാർഗം. ഇന്ന് പകൽ ആ വചനം ഒന്ന് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്നോണേ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതാണേ. വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. അവരുടെ എണ്ണ എത്ര പേരുണ്ടെന്നറിയാമോ നിനവേല്? നമുക്ക് ആ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഒടുവിലുണ്ട് 1,20,000 പേര്. ഈ നിനവേലേക്ക് ആദ്യം പോയി പ്രസംഗിക്കാനാണ് യോനയോട് ദൈവം പറഞ്ഞത്. ഇവൻ പോയില്ല. പക്ഷെ ഇവൻ പോയി 3 ദിവസത്തെ വഴി നടന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 1,20,000 പേര് രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെറിയ കാര്യമാണ് മാനസാന്തരമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒറ്റ ഒരാൾ മാനസാന്തരപ്പെട്ടപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടോ? ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഒരു തീരുമാനമാണ് മാനസാന്തരം. ജീവിതത്തിലെ ചില മേഖലകളിൽ നമ്മളെടുക്കുന്ന ഒറ്റ തീരുമാനം, അതിനാ മാനസാന്തരം. ഇപ്പൊ ദൈവമക്കൾക്ക് അത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുണ്ടെങ്കിൽ ലഭിക്കുന്ന റിസൾട്ട് എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കുന്നതിനപ്പുറം, പ്ലാൻ ചെയ്യുന്നതിനപ്പുറം, പ്രവർത്തിക്കുന്നതിനപ്പുറം ദൈവം ഇതാ കാത്തുവച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഈ യേശു കർത്താവ് തന്നെക്കുറിച്ച് കമ്പയർ ചെയ്ത് ഒറ്റ പ്രവാചകനേ ഉള്ളൂ. അതാരാന്നറിയാമോ? യോന. വേറെ ഒരു പ്രവാചകനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുന്നത്, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ അവൻ മനുഷ്യപുത്രൻ, അവൻ ഈ ഭൂമിയുടെ ഉള്ളറയിൽ 3 രാവും 3 പകലും ഇരുന്ന് അവൻ പുറത്തു വരും. ഇന്ന് പകൽ ആത്മാവിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാ. ആ ദൈവപൈതലേ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കെട്ടുപാടിനകത്ത്, ചില പ്രതിസന്ധികൾക്കകത്ത്, അവൻ ചില സാഹചര്യങ്ങൾക്കകത്ത്, ചില സിറ്റുവേഷൻസിനകത്ത് ആഗ്രഹിക്കുന്നു നീ പുറത്തു വരും, നീ പുറത്തു വരും. അത് വിശ്വസിക്കുന്ന ആദരം തുറന്നെന്ന് പറഞ്ഞാട്ടെ. യെസ്, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. എന്റെ കുടുംബം പുറത്തു വരും. എന്റെ തലമുറ പുറത്തു വരും. എന്റെ ഭർത്താവ് പുറത്തു വരും. എന്റെ ഭാര്യ പുറത്തു വരും. എന്റെ കുഞ്ഞ് പുറത്തു വരും. എന്റെ സഭ പുറത്തു വരും.